100നും 400നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 100നും 400നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ 7ന്റെ ഗുണിതങ്ങൾ. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 100ന്റെയും 400ന്റെയും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കാണണം. 100ന്റെയും 400ന്റെയും ഇടയ്ക്ക് 7ന്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം കാണണം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 100ൽ താഴെ 7 എത്ര ഗുണിതങ്ങളുണ്ട്? 100ൽ താഴെ 7 എത്ര ഗുണിതങ്ങളുണ്ട്? 100ൽ താഴെ 7ന്റെ ഗുണിതങ്ങൾ. 100ൽ താഴെ 7ന്റെ ഗുണിതങ്ങൾ കാണണം. അതിനായിട്ട് നമ്മൾ 100നെ 7 കൊണ്ട് ഹരിക്കുക. 100 ഹരിക്കണം 7. 100 14 7 98. 14 പ്രാവശ്യമാണ്. അപ്പോൾ 14 7 98. നമുക്ക് ബാക്കി ഹരണം ശിഷ്ടമൊന്നും നോക്കണ്ട, നമുക്ക് ഹരണഫലം നോക്കുക. അപ്പോൾ എത്ര കിട്ടി? 100ൽ താഴെ 7ന്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട്? 14. 100ൽ താഴെ 14 ഗുണിതങ്ങളുണ്ട്. ഇനി അതുപോലെ 400ൽ, മറ്റേ അറ്റം 400ആണ്. 400ൽ താഴെ 7ന്റെ ഗുണിതങ്ങൾ കാണുക. അതിനെന്താ ചെയ്യുക? 400നെ 7 കൊണ്ട് ഹരിക്കുക. 400 ഹരിക്കണം 7. 40ൽ 5 7 35. ശിഷ്ടം 5 കുറയ്ക്കുമ്പോൾ അടുത്ത സംഖ്യ 0. 50ൽ 7 7 49 കുറയ്ക്കുമ്പോൾ 1 വരും. നമുക്കത് നോക്കണ്ട, നമുക്ക് ഹരണഫലം കിട്ടിയാൽ മതി. 57. അതായത് എന്താണ്? 400ൽ താഴെ ആകെ എത്ര ഗുണിതങ്ങളുണ്ട്? 57. അപ്പോൾ 100ൽ താഴെ 14 ഗുണിതങ്ങളുണ്ട്. 400ൽ താഴെ 57 ഗുണിതങ്ങളുണ്ട്. അപ്പോൾ 100ന്റെയും 400ന്റെയും ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യുക? ഇത് നമ്മൾ കുറച്ചാൽ മതി. 100ൽ താഴെ എത്രണ്ണം? 14 എണ്ണം. 400ൽ താഴെ എത്രണ്ണം? 57 എണ്ണം. അപ്പോൾ ഈ 57ൽ ഈ 14 കൂടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 100ന്റെയും 400ന്റെയും ഇടയ്ക്കുള്ള ഗുണിതങ്ങളുടെ എണ്ണം, 100ന്റെയും 400ന്റെയും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ 57ന്ന് 14 കുറയ്ക്കുക. 57 കുറയ്ക്കണം 14. 3 4 7 4 5. ഉത്തരം 43.